ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഭട്ടൂരയാണ്. അതെങ്ങനെ സിമ്പിളായി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ മൈദ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇതിന് ഇവിടെ എടുത്തിരിക്കുന്ന തൈരാണ്. തൈരിന് പകരം നിങ്ങൾക്ക് മുട്ടയോ പാലോ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പാലും മുട്ടയും യൂസ് ചെയ്യാണ്ടാണ് ഈ പ്രാവശ്യം ഭട്ടൂര ഉണ്ടാക്കുന്നത്. പിന്നെ ജീരകം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാത്തവർ ഒഴിവാക്കാം. ഞാൻ ഫ്ലേവറിനും രുചിക്കും വേണ്ടിയിട്ടാണ് ജീരകം ആഡ് ചെയ്യുന്നത്. പിന്നെ ലേശം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ അല്ലാത്തവർ ബേക്കിംഗ് പൗഡറോ, അപ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ തൈര് ഇട്ട് കുഴയ്ക്കാവുന്നതാണ്. ഞാൻ ലേശം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭട്ടൂരയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിതെങ്ങനെ ഡോ ഉണ്ടാക്കിയെടുക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഭട്ടൂരയ്ക്ക് ഡോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ലേശം സൺഫ്ലവർ ഓയിൽ ബൗളിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് പഞ്ചസാരയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ജീരകം ഓപ്ഷണലാണ്, ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒരു പിഞ്ച്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാലൊഴിക്കുന്നവർക്ക് പാലൊഴിക്കാം, മുട്ടയിടുന്നവർക്ക് മുട്ടയിടാം. ഞാനത് മുട്ട ഇട്ടിട്ടില്ല. കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലാണ് മാവ് നന്നായിട്ട് സെറ്റ് ആവുള്ളൂ. അപ്പം ഭട്ടൂര മാവ് റെഡിയായി. നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം. നമുക്കിതിനെ 2ആയി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഭട്ടൂര 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പരത്തി. നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആഹാ, നമ്മുടെ ഭട്ടൂര നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ എടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഭട്ടൂര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീടുകളിൽ പോയി ട്രൈ ചെയ്യുക. ഭട്ടൂര ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചെന്ന മസാലയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ വീടുകളിൽ പോയി ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ അടുത്ത ഐറ്റമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിബിൻ.